നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂരിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. ദേശവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അരൂരിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം വീട്ടുമുറ്റത്തേക്ക്. ദുരിതത്തിലായി ഒരു കുടുംബം. അരൂർ ദേശീയപാതയിൽ അരൂർ കെൽട്രോൺ കവലയ്ക്ക് തെക്കുവശം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിസരവാസികൾക്ക് വലിയ ദുരിതമാകുന്നു. അരൂർ 16-ാം വാർഡിൽ തോപ്പിൽ ഉണ്ണികൃഷ്ണപിള്ളയുടെ വീട്ടുമുറ്റത്തേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത്. ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയിരിക്കുന്നത്. സമീപത്തുള്ള ഡോക്ടർ ലത്തീഷിന്റെ പുരയിടത്തിലൂടെ ഒഴുകിയാണ് വെള്ളം ഉണ്ണികൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതോടെ വീടിന്റെ മുറ്റവും പരിസരവും ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. അധികൃതരുടെ അവഗണന. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഉണ്ണികൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭിന്നശേഷിക്കാരനായ കുട്ടിയും ഈ അവസ്ഥ മൂലം കടുത്ത ദുരിതത്തിലാണ്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം മുറ്റം വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അധികൃതർ പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറുന്നതായാണ് ആക്ഷേപം. വാട്ടർ അതോറിറ്റി ഉയരപ്പാത നിർമ്മാണം കാരണമാണ് പൈപ്പ് പൊട്ടിയതെന്നും അതിനാൽ ഇത് നന്നാക്കേണ്ടത് കരാർ കമ്പനിയാണെന്നുമാണ് ഇവരുടെ വാദം. നിർമ്മാണ കമ്പനി എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർമ്മാണ കമ്പനിയും ഇതുവരെ തയ്യാറായിട്ടില്ല. ജനരോഷം ശക്തമാകുന്നു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് ഇത്തരത്തിൽ പാഴായിക്കൊണ്ടിരിക്കുന്നത്. വഴിമുട്ടിയ അവസ്ഥയിലായ ഉണ്ണികൃഷ്ണപിള്ളയുടെ കുടുംബത്തിന് അടിയന്തരമായി നീതി ലഭ്യമാക്കണമെന്നും അധികാരികൾ സത്വര നടപടി സ്വീകരിച്ച് പൈപ്പ് ചോർച്ച അടയ്ക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.